ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് ആണ്. മോഡൽ എക്സാം ആണ്. ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ് നമ്മളിന്ന് നോക്കുന്നത്. 8ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ചോദ്യങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ ആൻസറും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ശേഷം പറ്റുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനുശേഷം ഉത്തരങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻസേഴ്സിൽ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒട്ടും അറിയുന്നില്ലെങ്കിൽ അതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട്സിലൊക്കെ ഉണ്ടാവും. അതൊന്ന് റിവൈസ് ചെയ്തിട്ട് എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം. ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ക്ലാസ് 8 മാത്സ്. ആദ്യ ചോദ്യം വരുന്നത്, ദ ആംഗിൾ അറൌണ്ട് ദ സെന്റർ ഓഫ് എ സർക്കിൾ ഇസ് ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്, ഈച്ച് 120 ഡിഗ്രി ബൈ ഡ്രോയിങ് റേഡി. ദ എൻഡ്സ് ഓഫ് റേഡി ആർ ജോയിൻ ടു മേക്ക് എ ട്രയാങ്കിൾ. ദ ട്രയാങ്കിൾ സോ ഫോംഡ്. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ഏത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണെന്നാണ് ചോദ്യം. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. Triangles formed around the center of the circle are equal. One angle 120 degree, other two angles are 30. So angles of the triangle will be 60 degree. Next, from the following, which of the number will be the sum of the digits in the ones and tens place? A square of a number which ends in 5. ആൻസർ വരുന്ന ഓപ്ഷൻ സി 7 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 എന്താ? ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് 90 ഡിഗ്രി. സ്റ്റേറ്റ്മെന്റ് 2, ദ സൈഡ്സ് ഓഫ് എ റോംബസ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 is true. Statement 2 is not the reason for statement 1. The reason for statement 1, the diagonals of a rhombus do bisect each other at right angles. However, the reason given that the sides are equal does not directly cause the diagonals to bisect at 90 degree. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അടുത്ത ചോദ്യം, ഏരിയ ഓഫ് ദ ട്രപ്പീസിയം ഷോൺ ഇൻ ദ ഫോളോവിങ് ഫിഗർ ഇസ് ഡാഷ്. തന്നിരിക്കുന്നത് ഒരു ട്രപ്പീസിയം ആണ്. ഇതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ കാണാൻ നമുക്കിവിടെ 12 × 2 × 2 + 3.5 ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് 5.5 ആണ്. Question 5. A polygon has 7 sides. What is the sum of its inner angles? Y. What is the sum of the outer angles? അപ്പോൾ ഇത്രയും നമ്മൾ കാണണം. അപ്പോൾ ആംഗിൾ സം ഓഫ് എ പോളിഗൺ ഓഫ് n സൈഡ്സ് കാണാൻ 180 × n-2 അല്ലെങ്കിൽ n-2 × 180 ഡിഗ്രി കാണുക. അപ്പോൾ നമുക്ക് വരുന്ന ഉത്തരം 180 × 5 ചെയ്യുക, 900 ഡിഗ്രി ആണ് നമുക്ക് കിട്ടുക കേട്ടോ. ബി, വാട്ട് ഇസ് ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസിൻ്റെ സം എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അടുത്തത് ക്വസ്റ്റ്യൻ 6 ആണ്. സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 60. 1 നമ്പർ ഇസ് 4 ടൈംസ് ദി അതർ. ഫൈൻഡ് ദ നമ്പർ ആണ്. സോ ഇവിടെ വരുന്നത്, when number and 4 times the number is added, we get 5 times the number. Number is 1/5 part of 60 വരും. 1/5 part of 60 പറഞ്ഞാൽ 60 × 1/5 ചെയ്യണം. അതായത് 60 / 5 ചെയ്യുക. ആൻസർ വരുന്നത് 12 ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഇസ് 1 - 2? 1 - 2 ചെയ്യുമ്പോൾ -1 ആണ് വരിക. അടുത്ത ചോദ്യം, ഫൈൻഡ് 1 - 2 + 3 - 4 + 5 - 6 + 7 - 8 + 9 - 10 ആണ്. ഇതിൻ്റെ ആൻസർ -5 ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 13 cm, എ കോഡ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 cm ഫ്രം ദ സെൻറ്റർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ആണ്. ഹാഫ് ഓഫ് ദി കോഡ് ആദ്യം കാണുക. √13² - 5² ചെയ്യുക. അപ്പോൾ 12 cm കിട്ടും. ദർഫോർ ദ ഫുൾ ലെങ്ത് ഓഫ് ദ കോഡ് എന്താ വരിക? 12 cm ആണ് പകുതി. ഒരു കോഡിൻ്റെ പകുതി 12 ആണെങ്കിൽ മുഴുവനായിട്ട് 24 cm വരും. ഇനി 9th ക്വസ്റ്റ്യൻ, ഇഫ് x = 0.333 റെക്കറൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ദെൻ റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് എക്സ്. എക്സിൻ്റെ ഫ്രാക്ഷണൽ ഫോം നമ്മൾ എഴുതണം. 3/9 ആണ് വരിക. അടുത്ത ചോദ്യം, റൈറ്റ് x² ആസ് എ ഫ്രാക്ഷൻ. x² ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതണം. 1/9. അടുത്ത ചോദ്യം, റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് x² + x ആണ്.
എക്സ് സ്ക്വയർ പ്ലസ് എക്സിൻ്റെ ഡെസിമൽ ഫോം വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു 1/2 വരും. ദർ ഇസ് ഈക്വൽ ടു 0.44 എന്ന് പറഞ്ഞിട്ട് പോവും ആ ആൻസർ കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. യൂസിങ് ദിസ് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ. വാട്ട് ഈസ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ? 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പറയുമ്പോൾ നമ്മുടെ ഫോം വരുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഫോർമുല. സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് നമ്പർ ഇപ്പോൾ 2 1 ഉണ്ടല്ലോ, അപ്പോൾ 2 + 1 2 - 1 ചെയ്യുക. അപ്പോൾ നമുക്ക് 3 × 1 ആൻസർ 3 വരും. വാട്ട് ഈസ് 9 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ? സെയിം മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾ. 9 + 1 9 - 1 ചെയ്യുക. 9 + 1 10 ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണിച്ചു തരാം. 9 സ്ക്വയറും 9 + 10 19ഉം അതേപോലെ 9 + 1 ആണ് വരിക. 9 + 10ഉം ഇങ്ങനെയാണ് നമ്മൾ, അല്ലെ 10 - 9 എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരിക നമുക്ക് 19 ആണ് വരിക. അടുത്തത് ഫൈൻഡ് 1 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ പ്ലസ് റെക്കറൻ്റ് ആയി 9 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് -55 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഇസ് 50 സെൻറ്റിമീറ്റർ. ലെങ്ത് ഇസ് 5 സെൻറ്റിമീറ്റർ മോർ ദാൻ ബ്രെഡ്ത്ത് ആണ്. വാട്ട് ഇസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്? If x is the length, when write the equation, find the sides. So ആദ്യത്തെ what is the length plus breadth 25 ആണ് വരിക. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുന്നത് x + 5 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ എക്സും എക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക അറിയോ? 2x വരും. ഈ 5നെ ഇറക്കി എഴുതുക. അപ്പോൾ 2x + 5 = 25 ആണ്. 2x പുറത്ത് പോയാൽ 25 - 5 20 വരും. x = 20/2 ചെയ്യുക. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ആൻസർ വരും. ദെൻ ഫൈൻഡ് ദ സൈഡ്സ് ആണ്. നമുക്കിവിടെ സൈഡ്സ് 10ഉം 15ഉം ആണ് ആൻസർ വരിക. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. എ മാൻസ് ഏജ് ആഫ്റ്റർ 15 years വിൽ ബി 2 times ഹിസ് ഏജ് ബിഫോർ 15 years. ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് ദ പ്രസൻറ്റ് ഏജ് ഈസ് എക്സ് ദെൻ റൈറ്റ് ദ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്കിവിടെ 15 വർഷത്തിന് ശേഷമുള്ള വയസ്സിനെ x + 15 എന്ന് എടുക്കുക. 15 വർഷം മുമ്പത്തെ x - 15 എന്ന് എടുക്കുക. അപ്പോൾ 2 × x - 15 = x + 15. നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ടത് ഗുണിക്കണം, ഈ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × x 2xഉം 2 × 15 30ഉം വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു x + 15 വരും. 2x എന്ന് x മൈനസ്, ഇനി എക്സിനെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ഈ 2x x മൈനസായി ഒരു x ആയി മാറും. അതേപോലെ തന്നെ -30 + 15 ഉണ്ട് അല്ലേ, -30 അപ്പുറത്ത് പോകുമ്പോൾ +30 ആയി മാറും. 15 + 30 45. x = 45 ആൻസർ വരും. ഫൈൻഡ് ദ പ്രസൻറ്റേജ് 45 വയസ്സാണ്. 12ാമത്തെ ചോദ്യം. എ ട്രയാങ്കിൾ ഹാസ് സൈഡ്സ് 20 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആൻഡ് 25 സെൻറ്റിമീറ്റർ. വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഇസ് ഇറ്റ്? കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ഇറ്റ്. സർക്കും സർക്കിൾ ആണ്. സോ ഇതിൻ്റെ ഉത്തരം നമുക്കിതിനെ 15 സ്ക്വയർ + 20 സ്ക്വയർ ചെയ്യുക. അപ്പോൾ 225 + 400 വരും. അത് ചെയ്യുമ്പോൾ 625 വരും. 625 എന്ന് പറയുന്നത് 25ൻ്റെ സ്ക്വയർ ആണ്. ഹിയർ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഫോർ എ റൈറ്റ് ആംഗിൾ ദ circumcenter is the midpoint of the hypotenuse. So the circumradius r equal to half the hypotenuse ആണ്. r equal to 25/2 ചെയ്യുക. പകുതി അതാണ് റേഡിയസ് വരിക. 12.5 സെൻറ്റിമീറ്റർ വരും. അല്ലെങ്കിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക്. ഇൻ എ ട്രപ്പീസിയം ABCD the parallel sides are 8 6 centimeter. Angle is the largest angle in the largest side is 60 degree 75 degree. ഡ്രോ എ റഫ് ഫിഗർ ആണ്. അപ്പം നമുക്ക് 60 75 ഡിഗ്രിയും കാണിക്കണം, 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും കാണിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഒരു ട്രപ്പീസിയം വരച്ചിട്ടുണ്ട്. ഡ്രോ ട്രപ്പീസിയം ABCD ഇൻ ആക്ച്വൽ മെഷേഴ്സ് ആണ്. ഇതാ ഈ താഴെ തന്നിരിക്കുന്ന പോലെ ശരിയായ മെഷേഴ്സ് എടുത്തൊന്ന് വരയ്ക്കുകയും ചെയ്യുക. 13ാമത്തെ ചോദ്യം. ഡ്രോ എ 7.5 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ആൻഡ് കൺസ്ട്രക്ട് എ റൈറ്റ് ട്രയാങ്കിൾ ഹൂസ് പെർപെൻഡിക്കുലർ സൈഡ്സ് ആർ ഓഫ് 3.75 സെൻറ്റിമീറ്റേഴ്സ് ലോങ്. ആദ്യം തന്നെ 7.5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. കംപ്ലീറ്റ് ദ റൈറ്റ് ട്രയാങ്കിൾ ബൈ ഡ്രോയിങ് ദ ഹാഫ് ലെങ്ത് ഓഫ് ദ ലൈൻ ഓൺ ദ പെർപെൻഡിക്കുലർ ലൈൻ. ശേഷം ഇതുപോലെ ആർക്ക് വരച്ച് ഫിഗർ കംപ്ലീറ്റ് ചെയ്യുക. താഴെ തന്നിരിക്കുന്ന ഫിഗർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ടീച്ചേഴ്സ് വരയ്ക്കാൻ പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം. ലുക്ക് അറ്റ് ദ പാറ്റേൺ ഗിവൺ ബിലോ. 1 + 3 = 4 വരുന്നുണ്ട്. 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്.
നെക്സ്റ്റ് 3 സ്ക്വയർ 4 സ്ക്വയർ അങ്ങനെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഇതാണ് ആൻസർ വരിക. 1 + 3 + 5 + 7 + 9 25 വരും. 5 സ്ക്വയർ ആയിരിക്കും ആൻസർ. അടുത്തത് ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ് ആണ്. ആദ്യത്തെ 10 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ ചെയ്താൽ മതി, 100 ആണ് വരിക. വാട്ട് ഇസ് ദ 20th ഓഡ് നമ്പർ? 39 ആണ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഇസ് -1 -3 -5 ദാറ്റ് ഇസ് അപ് ടു 39 തന്നിട്ടുണ്ട്. നമ്മൾ മൈനസിനെ കോമൺ ആയി പുറത്തെടുക്കുക. മൈനസിനെ പുറത്തെടുത്താൽ ബാക്കി നമുക്ക് അതിനകത്തെല്ലാം പ്ലസ് ഇടാവുന്നതാണ്. അപ്പോൾ പ്ലസ് ഇട്ടിട്ട് നമുക്ക് ഉത്തരം -400 വരും. ഇനി 15ാമത്തെ ചോദ്യം, എ റബ്ബർ ഫാമർ റെക്കോർഡ്സ് എ നമ്പർ ഓഫ് റബ്ബർ ഷീറ്റ്സ് ഒബ്ടൈൻ ഓൺ ഈച്ച് ഡേ ഓഫ് എ മന്ത്. യൂസിംഗ് ദിസ് ഡാറ്റ പ്രിപ്പയർ എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് വേണം ഉത്തരങ്ങൾ എഴുതാൻ. വാട്ട് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് ഷീറ്റ്സ് ഒബ്ടൈൻ ഇൻ എ സിംഗിൾ ഡേ? ഒരു ദിവസം കിട്ടിയത് എത്ര ഷീറ്റുകളാണ്? ഹൗ മെനി ഡേയ്സ് ഡിഡ് ഹി ഗെറ്റ് 16 ഷീറ്റ് എത്ര ദിവസം കൊണ്ട് കിട്ടി? ഹൗ മെനി ഡേയ്സ് ഡിഡ് ഹി ഗെറ്റ് ദ മിനിമം നമ്പർ ഓഫ് ഷീറ്റ്സ്? ഏറ്റവും കുറവ് കിട്ടിയ ദിവസം ഏതാണ്? ഹൗ മെനി ഡേയ്സ് he get less than 15 sheet? 15ൽ കുറവ് കിട്ടിയ ദിവസം. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഷീറ്റ്സ് ഒബ്ടൈൻ ഇൻ ദ ഹോൾ മന്ത്? ഒരു മാസം മുഴുവൻ കിട്ടിയ ഷീറ്റുകളുടെ എണ്ണം. 5 ചോദ്യത്തിന്റെ ഉത്തരം ഒരുമിച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഉത്തരം എഴുതിയതിനു ശേഷം ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ നമ്പർ ഓഫ് ഷീറ്റ്സ് നമ്പർ ഓഫ് ഡേയ്സും ഞാൻ തന്നിട്ടുണ്ട്. ആദ്യ ചോദ്യത്തിന് ഉത്തരം വരുന്നത് 16 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 6 ഡേയ്സ് ആണ്. തേർഡിന്റെ ആൻസർ 3 ഡേയ്സ് ആണ്. ഫോർത്തിന്റെ ആൻസർ 24 ഡേയ്സ്. ഫിഫ്ത്ത് ലാസ്റ്റിന്റെ ആൻസർ വരുന്നത് 85 ഷീറ്റ്സ് ആണ്. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്കതിൽ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഇൻ ദ ഫിഗർ ആണ് തന്നിരിക്കുന്നതിൽ. പാരലോഗ്രാമിന്റെ ഏരിയ ആണ് നമ്മൾ കാണുന്നത്. അവിടെ ഒരു റെക്ടാങ്കിൾ നിങ്ങൾക്ക് കാണാം. അതിന്റെ ഡയഗണൽ ജോയിൻ ചെയ്താണ് അവർ പാരലോഗ്രാം വരച്ചിരിക്കുന്നത്. അപ്പം നമുക്കത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഇവിടെ ട്രയാങ്കിൾസ് ആക്കണം. ഇവിടെ 2 ട്രയാങ്കിൾ കാണുന്നില്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABF നമ്മൾ പേരൊക്കെ കൊടുക്കുക. ABF എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ 1/2 BH ആണ് ഫോർമുല വരിക. അപ്പം 9 നമുക്ക് ആൻസർ കിട്ടും. ദെൻ അതിനുശേഷം നമ്മൾ AB കണ്ടുപിടിക്കുക. ഈ ഡയഗണൽ കണ്ടല്ലോ, ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആണ്. √6² + 3² ഇട്ട് ആൻസർ കാണുക. √45 വരും. ശേഷം 1/2 × AB × H ചെയ്യുക. 1/2 × √45 × H = 9. H പുറത്ത് പോയാൽ 9 × 2/√45 വരും. സോ 18/√45. ഇനി ഏരിയ ഓഫ് ABCD കാണാൻ √45 × 18/√45. ഇത് 2 ക്യാൻസൽ ആയി പോയാൽ 18 സെന്റിമീറ്റർ നമുക്ക് ഉത്തരം വരും. ഏരിയ ഓഫ് പാരലോഗ്രാം ABCD = ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 3 18 വരും. അടുത്തത് 16ാമത്തെ ചോദ്യം വരുന്നത്, ഡ്രോ എ പാരലോഗ്രാം ഓഫ് സൈഡ് 6 4 സെന്റിമീറ്റർ ആൻഡ് ഏരിയ 18 തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് ലെങ്ത് 6 സെന്റിമീറ്റർ as the bottom side of the parallelogram. Since area of the parallelogram is 18 square centimeter, its distance to the opposite side must be 3 centimeter. So draw a perpendicular of height 3 centimeter from one end of the line. Draw the line through its top end parallel to the first line. Then the top side of the parallelogram is a part of this line. Mark 4 centimeter from left end of the bottom line on the top side and complete the parallelogram. ഇത് ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. പാരലോഗ്രാം വരുന്നത് എങ്ങനെയാണെന്ന് വരച്ച് കാണിച്ചു തരാം. ആക്ച്വലി ഇതുപോലെയാണ് പാരലോഗ്രാം നിങ്ങൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 3 സെന്റിമീറ്റർ ഇവിടെ, 6 സെന്റിമീറ്റർ ഇവിടെ. ദെൻ ഇവിടെ വരുമ്പോൾ ഈ 4 സെന്റിമീറ്ററിലാണ് നിങ്ങൾ ആർക്ക് കട്ട് ചെയ്യേണ്ടത്. ദെൻ ഇതുപോലെ നിങ്ങൾ പാരലോഗ്രാം വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ വരുന്നത്, സം ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് എ പോളിഗൺ വിത്ത് n സൈഡ്സ് n-2 × 180 ആണ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് വിൽ ബി ഓൾവേസ് 360 ഡിഗ്രി. ഇതാണ് കുറച്ചുകൂടി എളുപ്പം അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. വാട്ട് ഇസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 20 സൈഡ്സ് ആണ്. വാട്ട് ഇസ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 100 സൈഡ്സ്? വിച്ച് ഇസ് ദ പോളിഗൺ ഹാവിംഗ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആൻഡ് ഔട്ടർ ആംഗിൾസ് ഈക്വൽ? Can 1080 degree be the sum of inner angles of a polygon? അപ്പോൾ ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒരുമിച്ച് പറയാം. ആദ്യം വരുന്നത് 20 സൈഡാണ്. അപ്പോൾ n ആണ് ഇത്. n-2 × 180ൽ 20 - 2 × 180. 18 × 180 ചെയ്യുമ്പോൾ 3240 ഡിഗ്രി കിട്ടും.
ഏത് ഔട്ടർ ആംഗിൾ ആണെങ്കിലും എത്ര സൈഡ് ആണെങ്കിലും 360 തന്നെ ആയിരിക്കും ഔട്ടർ ആംഗിളിൻ്റെ ഉത്തരം വരിക. മൂന്നാമത്തേത് വരുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആൻഡ് ഔട്ടർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അത് റെക്റ്റാങ്കിളിലേ നടക്കുള്ളൂ. അടുത്ത നാലാമത്തേത് 1080 ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളിഗണിന് സമ്മായി വരുമോ എന്നാണ് ചോദ്യം. യെസ്, ബിക്കോസ് 1080 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 180. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയത്. അപ്പോൾ നിങ്ങളെല്ലാവരും പൗസ് ചെയ്ത് വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.